ഓർമ്മയുടെ താമരനൂലുകൾ എന്ന ടൈറ്റിൽ കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് NP മുഹമ്മദിൻ്റെ താമരനൂൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ചസാണ്. അത് ഓരോ അധ്യായവും ഓരോ ആളുകളെ പറ്റിയാണ്. MT പട്ടത്തുള്ള ആ സമയത്തുണ്ടായിരുന്ന അരവിന്ദൻ, എല്ലാവരും ഉണ്ട്. അതിമനോഹരമായ കോഴിക്കോടിൻ്റെ തിക്കോട് ചെയ്യുന്നു. അതിമനോഹരമായ ഒരു വളരെ ചെറിയൊരു പുസ്തകമാണ് താമരനൂൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പണ്ട് പൂർണ്ണ ബുക്സാണ് ആദ്യത്തെ. പിന്നെ എനിക്ക് ഓർമ്മ വന്ന് ഇറ്റാലോ കാൽവിനോട് റോഡ് ടു ജിയോവാനി വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്തും ഇതുപോലുള്ള ഭയങ്കര രസമുള്ള സ്കെച്ചസാണ്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ആണ് എനിക്ക് പെട്ടെന്ന്, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു എന്താ പറയേണ്ട ഒരു താരുണ്യ പ്രസരം കണ്ടപ്പോൾ ഞാനിത് വായിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേഴ്സിൻ്റെ ലിവിങ് ടു ടെൽ ദ ടെയിലോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അറിയാതെ രഹസ്യമായി വായിച്ച ഖുശ്വന്ത് സിംഗിൻ്റെ കൺഫെഷൻസ് ഓഫ് ആൻ ഇന്ത്യൻ ലവറോ പോലുള്ള ഒരു ഗുപ്ത ആവേശത്തോടു കൂടി, ഒരു സീക്രട്ട് എന്താ പറയേണ്ട ഒരു പ്രത്യേക ഭാവത്തോടു കൂടിയായിരിക്കും ഞാൻ ഈ പുസ്തകം എടുക്കാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവരെല്ലാവരും വായനക്കാർ പറഞ്ഞു കേട്ടത്. തീർച്ചയായിട്ടും ബഷീർ അടുത്തത് എഴുതുന്നതിൽ ഈ മനോഹരമായ മറ്റൊരു കാലമുണ്ടല്ലോ, ഈ ബോട്ട് ക്ലബും ഭരതനെ അദ്ദേഹമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമാണ്. അത് അച്ഛൻ വഴിയുള്ള ബന്ധമല്ല, വേറെ അടുപ്പമാണ്. അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് വിനു പറഞ്ഞ പോലെ മനോഹരമായിട്ട് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രതിന് ഭേദം ചെയ്യാനിരുന്നത് സുരേഷ് രണ്ടാമത് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു തിരക്കഥ എഴുതാൻ. ഞാൻ അതിൽ നിന്നും സ്നേഹപൂർവ്വം പിൻവാങ്ങിക്കൊണ്ടാണ് വിനുവിനെ അത് ഏൽപ്പിക്കുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കമന്ററിയാണ്. എല്ലാം ഈ ലോകത്തുള്ള എല്ലാം പ്രീ ഡിസ്റ്റൈൻഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കുത്താവേശത്തോടുകൂടി ഞാൻ എടുക്കുന്നു, വായിക്കാൻ പോകുന്നു. ആശംസകൾ ബഷീർ അങ്കിളിന് ആയിരാരോഗ്യം നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി സ്റ്റാർ ഓഫ് ദി ഡേ താജ് ബഷീർ സാറിനെ ക്ഷണിക്കുന്നു.